അസ്സലാമു വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ സൂറത്ത് റൂമിലൂടെയുള്ള നമ്മുടെ യാത്രയുടെ രണ്ടാം ഭാഗത്തിലാണുള്ളത്. ഇന്ന് നമ്മൾ സൂറത്ത് റൂമിൻ്റെ 11 ആയത്തുകൾ ഇതുവരെ കവർ ചെയ്തു. നമ്മൾ 12, 13, 14 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്ന് പൊതുവിൽ പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ഫോക്കസ് ചെയ്യുന്നത് വ്യാജ ദൈവങ്ങൾക്ക് ഒരിക്കലും നമ്മെ സഹായിക്കാനോ അവർക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ശുപാർശ ചെയ്യാനോ അവർക്ക് തന്നെയും എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാനോ ഒന്നിനും സാധിക്കാത്ത വണ്ണം വളരെ നിസ്സഹായരാണ് എന്നുള്ളതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഈ 12, 13, 14 ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ഓതിയിട്ട് ഒന്നുകൂടെ അർത്ഥം പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയൗമ തഖൂമുസ്സാഅതു യുബ്ലിസുൽ മുജ്രിമൂൻ. അന്ത്യനാള് വന്നെത്തുന്ന സമയം, ആ ഒരു സമയത്ത് യുബ്ലിസുൽ മുജ്രിമൂൻ, അക്രമികൾ നിരാശപ്പെട്ട് പറ്റേ നിരാശരാവും. വലം യകുല്ലഹും മിൻ ശുറകാഇഹിം ശുഫാഉ. അവർക്ക് അന്നേ ദിവസം ഉണ്ടായിരിക്കുകയില്ല മിൻ ശുറകാഇഹിം, അവരുടെ പങ്കുകാരിൽ നിന്ന്, ശുപാർശകരെ. ശുപാർശ ചെയ്യാൻ ഒരാൾക്കും അന്ന് സാധിക്കില്ല. എവരെ വിചാരിച്ചത് ഈ പങ്കുകാര് അവിടെ എത്തുമ്പോൾ റബ്ബിനോട് പറഞ്ഞിട്ട് ഇവരെ രക്ഷപ്പെടുത്തിയെടുക്കുന്നതാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് ഇവര് ഈ പങ്കുകാരെ ഇങ്ങനെ ആരാധിച്ച് ജീവിതം കഴിച്ചു കൂട്ടിയത്. പക്ഷെ പിന്നീടാണ് അവർ അറിയുന്നത്, ഈ ഒരു സമയത്താണ് അവർ അറിയുന്നത് ഇത് വെറുതെ ആയിരുന്നു ഈ പണി എന്നുള്ളത്. അവര് വക്കാനു ബിശുറക്കായും, അവർ ആ പങ്കുകാരെ തന്നെ കാഫിരീൻ, നിഷേധിക്കുന്നവരാവും. കാരണം ഈ പങ്കുകാരെ കൊണ്ടൊരു ഉപകാരമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറയും, ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടില്ല ദുനിയാവില്, ഞങ്ങളെ ഇവരെ ആരാധിച്ചിട്ടില്ല, ഇവരെ എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യും, നിഷേധിക്കും പൂർണ്ണമായിട്ട് ആ ചെയ്ത പണി. അതെ, ഞാനിപ്പം പിന്നെ ലാത്തയോ ഉസയോ മനാത്തയോന്നൊക്കെ ആരാധിച്ച ഒരാള് അവിടെ ചെല്ലുമ്പോ ഞാൻ ലാത്തയോ ഉസയോ മനാത്തയോ ആരാധിച്ചിരുന്നില്ല, അവര് പിന്നെ ഞാൻ അങ്ങനെ സംഭവം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കും. കാരണം അവരെ കൊണ്ട് ഉപകാരമില്ല എന്നുള്ളത് അപ്പോഴാണ് അയാൾ തിരിച്ചറിയാന്നുള്ളതാണ്. വയൗമ തഖൂമുസ്സാഅതു, പിന്നെയും പറയാണ് അന്ത്യനാള് വന്നെത്തുന്ന ആ ഒരു സമയത്ത്, യൗമഇദി യതഫറഖൂൻ, അന്നേ ദിവസമാണ് അവര് 2 വിഭാഗക്കാരാവുന്നത്. അതായത് നല്ല സജ്ജനങ്ങളും ദുർജനങ്ങളും 2 വിഭാഗക്കാരായി മാറ്റി നിർത്തപ്പെടും എന്ന്. അപ്പൊ ഇവിടെ ഈ വചനങ്ങളുടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വരാനുള്ള ഒരു ദിവസത്തെ കുറിച്ചിട്ട് മുമ്പേ പറഞ്ഞു തരാണ്, അല്ലെ? അതായത് ഈ പറയുന്ന ദിവസം ഇതുവരെ സംഭവിച്ചിട്ടില്ല. പരലോക ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ. പരലോകത്ത് ഈ ലോക ജീവിതം മുഴുവനും കഴിഞ്ഞ് ഇതൊക്കെ നശിച്ച ശേഷം രണ്ടാമത് വരുന്ന ഈ ലോകത്ത്, അവിടെ വെച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ആളുകളെ ഒരുമിച്ച് കൂട്ടി ആ വിചാരണയുടെ ആ ഒരു ദിവസം എത്തുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല കാരുണ്യവാനായ റബ്ബ് നമുക്കത് മുൻകൂട്ടി പറഞ്ഞു തരാണ്. നമുക്കും ഈ പറയുന്ന മക്കാം ശിരിക്കുകൾക്കും മുന്നേ പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ അത് കണ്ടിട്ടെങ്കിലും ഇവര് തിരിച്ചു വരണ്ടേ? കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ അങ്ങനെയല്ലേ ചിന്തിക്കുക, അല്ലെ? അപ്പോ ഈ ലോകത്ത് വെച്ച് നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഒരു സീന് ഡിസ്ക്രൈബ് ചെയ്ത് തരികയാണ്, ഇങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നുള്ളത്. എന്താണ്? വിശ്വാസികളും അവിശ്വാസികളും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിചാരണയ്ക്ക് വേണ്ടി അവരുടെ മുമ്പിൽ നിർത്തപ്പെടുന്ന ഒരു സമയം. സുബ്ഹാനല്ലാഹ്, അപ്പോഴാണ് അവിശ്വാസികൾക്ക് തങ്ങളുടെ അബദ്ധജടിതമായ ഈ വിശ്വാസങ്ങളും അവരിതുവരെ വിചാരിച്ചു വെച്ച പൊള്ളത്തരങ്ങളും ഒക്കെ മനസ്സിലാവുന്നത്. പക്ഷെ തിരുത്താനുള്ള സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇതിന്റെ ഈ 3 ആയത്തിന്റെ ഒരു ഓവറോൾ ഫ്ലോ നോക്കുകയാണെങ്കിൽ, തുടക്കത്തില് 12ാമത്തെ ആയത്തിൽ നമ്മൾ കാണുന്നത് കുറ്റവാളികളുടെ മനസ്സിനുള്ളിലുള്ള വികാര വിചാരങ്ങള്, അവരുടെ ആന്തരികമായ സംഘർഷങ്ങള്, ഇതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്തു വെക്കുന്നത്. അതായത് ഇവിടെ പറയുന്നത് വയൗമ തഖൂമുസ്സാഅതു യുബ്ലിസുൽ മുജ്രിമൂൻ, പറ്റ നിരാശരാവും. ആ നിരാശ കൊണ്ട് നിറഞ്ഞു പോകുന്ന ഒരു സമയം.
പറ്റ നിരാശരാകുന്ന സമയത്തെക്കുറിച്ച് ആ ഹൃദയത്തിന്റെ വേദനയാണ് റബ്ബ് അവിടെ കാണിക്കുന്നത്. രണ്ടാമത്തെ ആയത്തില് 13-ാമത്തെ ആയത്തില് അവർക്ക് അവരുടെ ആരാധ്യന്മാരിൽ നിന്ന് അവർ ലഭിക്കുമെന്ന് കരുതിയ സഹായങ്ങൾ, അതുപോലെ ശുപാർശകൾ ഒന്നും ലഭിക്കുന്നില്ല എന്നവർ മനസ്സിലാക്കുന്നു. അതോടുകൂടി അവർ വ്യാജ ദൈവങ്ങളെ നിഷേധിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് നോക്കുകയാണ്. ഞങ്ങൾ ഇത് ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ അവരെ ഞങ്ങൾ ആരാധിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് അവരെ നിഷേധിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള അവസാന ശ്രമം നടത്തുകയാണ്. പക്ഷെ കാര്യമില്ല. 14-ാമത്തെ ആയത്തില് എന്നേക്കുമായി കുറ്റവാളികൾ സജ്ജനങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നു. അന്നാണ് ശരിക്കും 2 ഭാഗാക്കി മാറ്റുന്നത്. ഇതോടുകൂടി അവരുടെ സകല പ്രതീക്ഷകളും അസ്തമിക്കുകയാണ്. വരാനുള്ള ജീവിതത്തെക്കുറിച്ച് ഓർത്ത് കുറെ ആശങ്കകളും ബേജാറുകളും, കാരണം മനസ്സിലായി ഇത് ചെയ്തത് മൊത്തം തെറ്റാണ് എന്നും ഇനി തിരുത്താൻ കഴിയില്ല എന്നും ഇനി എന്താ വരാൻ പോകുന്നു എന്നുള്ള ബേജാറ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പോ 1-ാമത്തെ ആയത്ത് പറഞ്ഞ പോലെ യൗമ തഖൂമു സ്സാഅതു യുബ്ലിസു മുജ്രിമൂൻ. വയൗമ തഖൂമു നിലവിൽ വരുന്ന ദിവസം, അസ്സാഅത്ത് അന്ത്യസമയം അല്ലെങ്കിൽ ആ ഒരു അന്ത്യഘട്ടം, യുബ്ലിസുൽ മുജ്രിമൂൻ കുറ്റവാളികൾ നിരാശപ്പെടും. ഇതില് അബിലസ യുബ്ലിസു എന്ന് പറയുന്നത് നിരാശപ്പെടും എന്ന് പറഞ്ഞാൽ വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരർത്ഥാണ്. ശരിക്കും അങ്ങനെയല്ല. തഫ്സീറുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇതിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതായത് സുക്കൂത്ത് മൗനം, യഅ്സ് നിരാശ, തഹയ്യുർ വിഭ്രാന്തി, ദഹ്ശത്ത് അത്ഭുതം, ഇങ്ങനെയുള്ള പലവിധ വികാര വിചാരങ്ങളെ ഒരുമിച്ച് ചേർത്ത് പറയുന്ന ഒരു പേരാണ് ശരിക്കും അബിലസ എന്നുള്ള വാക്കിൽ വരുന്നത്. അപ്പോൾ അതിലെന്താ വരുന്നത്? മൗനം എന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല. കാരണം ഇത് നിരാശപ്പെട്ടിട്ട് അതിന്റെ അറ്റത്തെത്തിയാൽ നമുക്കൊരു വാക്ക് മിണ്ടാൻ കഴിയാണ്ട് ഒന്നും മുരിയിടാൻ കഴിയാതായി പോകും ആ ഒരു സമയം. അതുപോലെ തഹയ്യൂർ എന്ന് പറയുമ്പം വിഭ്രാന്തിയാണ്. കാരണം ഇത് എന്തൊക്കെയോ ചുറ്റിലും നടക്കുന്നു, ആളുകൾ മുഴുവനും കൂട്ടമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്ന ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഒരു ബേജാറ് കൂടിക്കൂടി ഒരു ഭ്രാന്തിന്റെ അവസ്ഥ എത്തിയാണ്. അതുപോലെ ദഹ്ശത്ത് അത്ഭുതമാണ്. കാരണം ഇതൊക്കെ റബ്ബ് ഇങ്ങനെ വന്ന് പറയുന്നു, അപ്പോ ഇതൊക്കെ കാണുന്നു, അപ്പോൾ അന്നേരമുണ്ടാവുന്ന എന്തൊക്കെയോ അത്ഭുതവും, അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയാണത്. അപ്പൊ തികഞ്ഞ നൈരാശ്യം കാരണം ഒന്നും മിണ്ടാൻ കഴിയാതെ തലകുനിച്ചു പോകുന്ന അവസ്ഥ. ഒപ്പം ചുറ്റും സംഭവിക്കുന്നത് കണ്ടുകൊണ്ട് അത്ഭുതവും വിഭ്രാന്തിയും ഒക്കെ തോന്നിക്കൊണ്ടിരിക്കുന്ന, മനസ്സ് കലുഷിതമാകുന്ന ഒരവസ്ഥയാണ് ശരിക്കും അബിലസ എന്ന് പറയുന്നത്. ഈ അബിലസയിൽ നിന്ന് വന്ന ഒരാളെ നിങ്ങൾക്കറിയാം, ഇബ്ലീസ്. അപ്പൊ ഇബ്ലീസ് ശരിക്കും എന്താണ്? നിരാശയുടെ പടുകുഴിയിൽ വീണിട്ട് അതിനേക്കാൾ വലിയൊരു നിരാശ ബാധിക്കാനില്ലാത്ത ഒരു ആളെ പേരാണ് ശരിക്കും ഇബ്ലീസ്, അല്ലെ? അപ്പോ ഇബ്ലീസ് എന്നുള്ളത് അബിലസ എന്ന വാക്കിൽ നിന്ന് വന്നതാണെന്ന് പറയുന്ന ഭാഷാ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അല്ലാഹു അഅലം. ഇനി അടുത്ത് നമ്മൾ അതിൽ വരുന്ന വാക്ക് മുജ്രിമൂൻ, കുറ്റവാളികൾ എന്നുള്ള വാക്കാണ്. ഏതായാലും അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അങ്ങേയറ്റം ആശമുറിഞ്ഞ ഇബ്ലീസ് ആയിരിക്കും ഈ കുറ്റവാളികളുടെയും നേതാവ് എന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും തർക്കമില്ല, അല്ലെ? അപ്പോ മുഫസ്സിറുകളുടെ അഭിപ്രായത്തിൽ ഇതിൽ കുറ്റവാളികൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനോട് കുറ്റം ചെയ്തവരാണ്. അതായത് മുശ്രിക്കുകൾ, ശിർക്ക് ചെയ്തവർ, പിന്നീട് മറ്റെല്ലാ കുറ്റവാളികൾ. അതില് ഇസ്ലാമിൽ വിശ്വസിക്കാത്തവരുണ്ട്, ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുന്നവരുണ്ട്, സത്യനിഷേധികളുണ്ട്. അവരൊക്കെ പൊതുവില് അക്രമികളുടെ കൂട്ടത്തിൽ വരും. എന്നാലും ഏറ്റവും വലിയ അക്രമം, ഏറ്റവും വലിയ ദുൽമ അത് ശിർക്ക് തന്നെയാണ്. ഈ സൂറത്തില് നമ്മൾ നോക്കുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞ പരലോക ജീവിതത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, പരിഹസിക്കുന്നവരെ പറ്റി എസ്തഹ്സിഊ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അവരെ കുറിച്ചൊക്കെ പറയുന്നതുകൊണ്ട് തന്നെ ഈ അക്രമികൾ എന്ന് പറയുന്നത് അങ്ങനെ പരിഹസിക്കുകയും പരലോകത്തെ വിശ്വസിക്കാത്തവരെയുമാണ് കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കാം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദുനിയാവില് ഈ പറയുന്ന മനുഷ്യര്, ഈ കുറ്റവാളികളായി നിൽക്കുന്ന മനുഷ്യര് എന്തുമാത്രം ആത്മവിശ്വാസമുള്ളവരായിരുന്നു. അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് സമ്മതിപ്പിക്കാനോ ഒന്നും ആർക്കും സാധിക്കില്ല. അവരൊരു സംവാദത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവര് പറഞ്ഞത് മാത്രമാണ് ശരി. അപ്പോ അത്രയും ആത്മവിശ്വാസമുള്ളവരാണ്. തർക്കിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നു, ദുരഭിമാനികളായിരുന്നു. വിശ്വാസികളെ പരിഹസിക്കാനും അപഹസിക്കാനും കിട്ടുന്ന ഒരവസരവും വെറുതെ വിടാത്തവരായിരുന്നു, അല്ലെ? എന്നാൽ ഈ അന്ത്യനാൾ സംഭവിക്കുന്നതോടുകൂടി എന്താണ് സംഭവിക്കുന്നത്? എല്ലാ ദുർന്യായങ്ങളും എല്ലാ തർക്കങ്ങളും അവസാനിക്കുകയാണ്.
അതോടുകൂടി നാവുകള് നേരത്തെ പറഞ്ഞ പോലെ സുക്കൂത്ത് മൗനത്തിലേക്ക് വരികയാണ്, നിശ്ചലമാകുകയാണ്, ഒന്നും പറയാനില്ല. ഹൃദയങ്ങൾ നിരാശയുടെ പടുകുഴിയിൽ വീണിട്ട് ഇവര് സ്തബ്ധരായി ഒരു വാക്ക് മിണ്ടാൻ പോലും പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത്തരത്തിൽ ഒരു വാക്ക് മിണ്ടാൻ കഴിയാതെ ഹൃദയം തകർന്നു നിൽക്കുന്ന കുറ്റവാളികളുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. ആമീൻ. രണ്ടാമത്തെ അടുത്ത ആയത്ത് വലം യകുല്ലഹും മിൻ ശുറകാഇഹിം ശുഫാഉ വകാനൂ ബിശുറകാഇഹിം കാഫിരീൻ. അവർ അല്ലാഹുവിന് കൽപ്പിച്ചു വെച്ച പങ്കാളികളിൽ അവർക്ക് ശുപാർശകരായിട്ട് ആരും ഉണ്ടാവില്ല. അവരുടെ പങ്കാളികൾ തന്നെ അവർ തള്ളിപ്പറയുകയും ചെയ്യും. ഇവിടെ വലം യകുൻ ലഹും അവർക്ക് ഉണ്ടായിരിക്കുകയില്ല. വലം യകുൻ ലഹും മിൻ ശുറകാഇഹിം അവരുടെ പങ്കാളികളിൽ നിന്ന് ആരും ഉണ്ടാവില്ല. ശുപാർശകർ, ശുപാർശകരായിട്ട്. വകാനൂ ബിശുറകാഇഹിം അവരുടെ പങ്കുകാരെ അവർ ആക്കുകയും ചെയ്യും. എങ്ങനെയാക്കും? കാഫിരീൻ അവർ നിഷേധിക്കും. കാരണം അവരെ കൊണ്ട് ഒരു ഉപകാരമില്ല, മൊത്തം പോയി കണ്ടു. അപ്പൊ അവരെ നിഷേധിച്ചിട്ട് എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള അവസാനത്തെ ശ്രമം നടത്തുകയാണ്. ഞാൻ പറഞ്ഞ പോലെ ശുറക്കാ എന്ന് പറയുന്ന ഈ വാക്കില് അവരുടെ പങ്കാളികൾ എന്ന് പറയുമ്പോൾ ശരിക്കും തഫ്സീറുകൾ നോക്കിയാൽ കാണാം, പങ്കാളികൾ എന്ന് പറയുന്നതിൽ അവർ ആരാധിച്ചിരുന്ന വ്യാജ ദൈവങ്ങളാകാം, അല്ലെങ്കിൽ അവരുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളാകാം, അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിച്ച മനുഷ്യ ദൈവങ്ങളാകാം, അല്ലെങ്കിൽ കബറുകളിൽ മറമാടപ്പെട്ട പുണ്യപുരുഷന്മാരാകാം. ഇങ്ങനെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഹിന്ദു ആകാം. അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഹിന്ദു അവരുടെ പങ്കാളികൾ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് വരാം. ഇവരൊന്നും തന്നെ അന്നത്തെ ദിവസം അവർക്ക് യാതൊരു ഉപകാരം ചെയ്യാൻ കഴിയുന്നതല്ല എന്നാണ് അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വിധം റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ പ്രഖ്യാപിക്കുന്നത്. ചിന്തിക്കണം, റബ്ബ് പറയുന്നത് ആ ഒരു പ്രത്യേക ദിവസത്തിലല്ല, അതിനും എത്രയോ നാളുകൾക്ക് മുമ്പ് നമ്മളിവിടെ ഹയാത്തിൽ ഉള്ളപ്പോഴാണ് നമുക്കിത് പറഞ്ഞു തരുന്നത്. അപ്പോ അതെന്തിനാണ് പറഞ്ഞു തരുന്നത്? മിണ്ടാതിരുന്നിട്ട് അവിടെ എത്തുമ്പോൾ പിടിച്ചാ പോരെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അങ്ങനെ തെറ്റ് ചെയ്യുന്ന ഒരാളെ, നിഷേധിച്ച് നടക്കുന്ന ഒരാളെ അയാളുടെ പാട്ടിനെ വിട്ടിട്ട് അവിടെ എത്തുമ്പം ശിക്ഷിച്ചാ പോരെ? പക്ഷെ അങ്ങനെയല്ല. കാരുണ്യവാനായ റബ്ബ് നമുക്കത് മുൻകൂട്ടി പറഞ്ഞു തരികയാണ്. അപ്പൊ നമ്മൾ ഹയാത്തിലുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതെ, അതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്രയും 1,25,000-ലധികം അംബിയാ മുർസലുകളെ അയക്കുകയും കിതാബുകൾ അയക്കുകയും ഒക്കെ ചെയ്തത് നമുക്കത് നമുക്ക് പറയാനുള്ള ഒരു ചാൻസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പ്രത്യേക ദിവസത്തെ കുറിച്ച് സൂറത്തുൽ ബഖറയിൽ പറയുമ്പോഴും അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എടുത്തു പറഞ്ഞത് ഇതേ സംഭവം തന്നെയാണ്. നമുക്ക് കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅ വലാ യുഖ്ബലു മിൻഹാ അദ്ലുൻ വലാ തൻഫഉഹാ ശഫാഅത്തുൻ വലാ ഹും യുൻസറൂൻ. ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത, നമ്മൾ പറഞ്ഞു ഒരു ഉപകാരവും ചെയ്യാൻ പറ്റില്ല, ഒരാളിൽ നിന്നും ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കാത്ത, നമ്മൾ നേരത്തെ പറഞ്ഞു ഞാനൊന്ന് തിരിച്ചു പോയിട്ട് നന്നായിക്കോളാം എന്ന് പറയാനുള്ള അവസ്ഥ അവിടെ ഇല്ല. ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കപ്പെടില്ല. ഞാൻ ചെയ്തു പോയതിന് എന്തെങ്കിലും ഒന്ന് പകരം ചെയ്ത് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരാൾക്കും ഒരു ശുപാർശയും പ്രയോജനപ്പെടാത്ത, അതും നമ്മളിപ്പോ പറഞ്ഞ കാര്യമാണ്, ഒരു ശുപാർശയും ചെയ്യാൻ ഇത്തരം പങ്കാളികൾക്ക് സാധിക്കുകയില്ല. ആർക്കും ഒരു സഹായവും ലഭിക്കാത്ത ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക എന്നാണ് റബ്ബ് അവിടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. മക്കയിലെ ബഹുദൈവ ആരാധകരെ കുറിച്ചിട്ട്, മക്കയിലെ മുശ്രിക്കുകളെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കും. അള്ളാഹുവാണ് അവരെ സൃഷ്ടിച്ചത് എന്നും അവനാണ് ദൈവമെന്നും അവരെല്ലാം അംഗീകരിച്ചിരുന്നു, അതിൽ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അവരുടെ വാദങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ പലപ്പോഴായിട്ട് നമുക്ക് ഖുർആനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അവരെന്താണ് അവരോട് ചോദിച്ചാൽ പറയാന്നുള്ളത്. മക്ക മുശ്രിക്കുകൾ പ്രധാനമായിട്ടും അവകാശപ്പെട്ടത് തങ്ങൾ ഈ വിശുദ്ധന്മാരോട്, ഈ പങ്കാളികളോട് പ്രാർത്ഥിക്കുന്നത് അവർ അള്ളാഹുവിന്റെ അടുക്കൽ തങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയും എന്നുള്ളതാണ് മെയിന്. അതുപോലെ രണ്ടാമത് അവർ അള്ളാഹുവിലേക്ക് തങ്ങളെ അടുപ്പിക്കും എന്നുള്ളതാണ്. ഈ രണ്ട് ന്യായങ്ങളാണ്, ദുർന്യായങ്ങളാണ് നമുക്ക് പറയാനുണ്ടായിരുന്നത്. അത് സൂറത്ത് സുമറിന്റെ 3-ാമത്തെ ആയത്തില്, സൂറത്ത് യൂനിസിന്റെ 18-ാമത്തെ ആയത്തിലൊക്കെ അക്കാര്യം പറയുന്നുണ്ട്. അപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ രണ്ട് വാദങ്ങളെയും
അവിടെ വെച്ച് തന്നെ ഗണ്ണിച്ച് കൈ കൊടുക്കുന്നുണ്ട്, കറക്റ്റ് ആ വാദങ്ങളെ നിരാകരിക്കുന്നുണ്ട്. പക്ഷെ അത് ഇവരെ അംഗീകരിക്കൂല. ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഇവർക്ക് അംഗീകരിച്ചാൽ മുന്നോട്ട് പോകാൻ കഴിയൂല, അതുകൊണ്ട് അവർ അംഗീകരിക്കില്ല. അവരുടെ അഹങ്കാരം അതിനെ സമ്മതിക്കൂല. അങ്ങനെയല്ല, റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, പിന്നെ ഇങ്ങനെ ഒരു മീഡിയേറ്റർ നമുക്കിടയിൽ ആവശ്യമില്ല, നിങ്ങൾക്ക് നേരെ എന്നെ വിളിക്കാമെന്നാണ് റബ്ബ് പറയുന്നത്. അതുപോലെ ഒരു ശുപാർശയും ആർക്കും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതുമാണ് റബ്ബിന്റെ പോയിന്റ്. അപ്പൊ ഇവരെന്താ പറയുന്നത്? അങ്ങനെയല്ല, നിന്നോട് അടുക്കാൻ ഒരു മീഡിയേറ്റർ വേണം എന്ന് പറയാണ്. നിന്റെ അടുത്ത് അവരുടെ ശുപാർശ കൊണ്ടേ രക്ഷപ്പെടാൻ കഴിയുമോ എന്നും ഇവര് വാദിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താ? റബ്ബിനറിയാത്തത് ഇവർ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലേ? റബ്ബ് പറയാണ് അതിന്റെ ആവശ്യമില്ല എന്ന്, അപ്പൊ ഇവര് പറയാണ് അങ്ങനെ ഒരു മീഡിയേറ്ററിന്റെ ആവശ്യമുണ്ട് എന്ന്. അപ്പൊ റബ്ബ് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിൽ അത് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ അവർ അവകാശപ്പെടുന്നു, ഞങ്ങളെ അല്ലാഹുവുമായി കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ അവരെ വണങ്ങുന്നത് എന്ന്. എന്നാൽ ഭിന്നാഭിപ്രായമുള്ള കാര്യങ്ങളിൽ അള്ളാഹു അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുന്നതാണ്. നിശ്ചയമായും നുണയനെയും നന്ദി കെട്ടവരെയും അള്ളാഹു നിർവഹിക്കുകയില്ല എന്നാണ് സൂറത്ത് സുമറിൽ പറയുന്നത്. അതിൽ സൂറത്ത് യൂനിസില് ഇക്കാര്യം പറയുമ്പോൾ ഇതില് പിന്നെ തങ്ങൾക്ക് ഗുണമോ ദോഷമോ വരുത്താത്ത വസ്തുക്കളെ അവർ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അവകാശപ്പെടുന്നു ഇവരൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് ഞങ്ങളുടെ ശുപാർശകരാണെന്ന്. ചോദിക്കുക, നബിയോട് പറയാണ്, നബിയെ നിങ്ങൾ ചോദിച്ചു നോക്ക്, ആകാശഭൂമികളിലുള്ളതായി അള്ളാഹുവിന് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ അവനെ അറിയിച്ചു കൊടുക്കുകയാണോ? അള്ളാഹ് ചോദിക്കാണ്, എനിക്ക് അറിയാത്ത കാര്യം ഈ ദുനിയാവ് മുഴുവൻ ഉണ്ടാക്കി നിങ്ങളെയും പടച്ച് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഈ ദുനിയാവിലെ മുഴുവനും ദുനിയാവിലുള്ള സകല ചരാചരങ്ങളും റബ്ബിനെ വണങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിലും അവർക്കൊന്നും അറിയാത്തൊരു പുതിയ കാര്യം, അതായത് ഒരു മീഡിയേറ്ററെ ആവശ്യമുണ്ട് എന്നുള്ള കാര്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും. നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ആളുകളെ നിങ്ങൾ എന്തിനാണ് പിന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്? വയഖൂലൂന, അപ്പൊ അവർ പറയും, ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഇവർക്ക് ശുപാർശകരാണ്. അപ്പോ കുൽ, അവരോട് ചോദിക്കുക, അതുനബ്ബിഊനല്ലാഹ് ബിമാ ലാ യഅലമു ഫി സമാവാതി വൽ അർദ്. ആകാശഭൂമികളിലുള്ള ഈ സകല ചരാചരങ്ങൾക്കൊന്നും അറിയാത്തൊരു കാര്യം, എനിക്കും ഈ ചരാചരങ്ങൾക്കൊന്നും അറിയാത്തൊരു കാര്യം നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരികയാണോ എന്ന് അള്ളാഹ് ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. നിങ്ങൾ ഈ പങ്കുവെക്കുന്നവരിൽ നിന്നും അള്ളാഹു എത്രയോ മഹാനും ഉന്നതനുമാണ് എന്നാണ് അള്ളാഹ് പറയുന്നത്. ഇനി മുശ്രിക്കുകൾക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു നിമിഷത്തില് അവരവിടെ ചെന്ന് നിൽക്കുമ്പോൾ എല്ലാം മനസ്സിലായി, ഈ ചെയ്തത് മുഴുവൻ പൊട്ടത്തരായിരുന്നു എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടു. എത്രത്തോളം എന്നാൽ ഈ ആരാധ്യന്മാരെ അത്രമേൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് വേണ്ടി പാലാഭിഷേകം ചെയ്യുകയും മറ്റു കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവരെ പേടിച്ച് ജീവിക്കുകയാണ്. അവരുടെ ലാത്തക്കും മുസ്തക്കും എന്തെങ്കിലും പിന്നെ ഇഷ്ടക്കുറവ് വരുമോ എന്നുള്ള പേടി കൊണ്ട് അവര് കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും, അങ്ങനെ അവര് നിരന്തരം അവരുടെ ഫോക്കസ് ഈ പങ്കാളികളിലായിരുന്നു. അങ്ങനെ ജീവിച്ച ഈ മനുഷ്യര് അവരെ ഞങ്ങൾ ആരാധിച്ചേരുന്നില്ല എന്ന് ജൽപ്പിക്കുകയും ആ ആരാധ്യന്മാർക്കെതിരെ തന്നെ തിരിഞ്ഞു നിന്നതുമാണ് പിന്നെ നമ്മൾ കാണുക. കാരണം അത്രയും അവർക്ക് അത് ബോധ്യപ്പെടുകയും നിരാശ കൊണ്ട് അവർക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിന്റെ പരമാവധി അവർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവർ ജീവിതകാലം മുഴുവൻ അത്രമേൽ ആരാധിച്ചിരുന്ന, എല്ലാ സ്നേഹ ബഹുമാനങ്ങളും നൽകിയിരുന്ന ആ ആരാധ്യന്മാരെ ഏറ്റവും അധികം ആവശ്യം ഉണ്ടായിരുന്ന സമയത്താണ് അവർക്ക് ലഭിക്കാതെ പോകുന്നത്. ആ ഒരു പിന്നെ ആ ഒരു നിമിഷം അവർ മനസ്സ് എങ്ങനെയായിരിക്കും അന്നേരം ഉണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ അത്രയും പ്രതീക്ഷയോട് കൂടി കാത്തിരുന്ന ഇവര് നമ്മളെ അള്ളാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടുത്തുമെന്ന് വിചാരിച്ചിരുന്ന ഇവരെ കൊണ്ട് ഒരു ഉപകാരവും കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ അവര് ഒരുതരം വിഭ്രാന്തിയിലേക്ക് മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. ആലോചിക്കണം, ഈ ഖുർആൻ ഇറങ്ങിയ മുഖാമുശരിക്കുകൾക്ക് ഉണ്ടായിരുന്ന അതേ ചിന്താഗതിയാണ് ഇന്നും ഇവർ വെച്ച് പുലർത്തുന്നത്. ഈ ഖുർആൻ ആകമാനം ഇത് മുഴുവനും അവരുടെ മുമ്പിൽ ഉണ്ടായിരിക്കുക, അല്ലേ? അപ്പോ എന്താണ് ആ അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അന്ത്യനാളില് നിരാശയുടെ പടുകുഴിയില് വീണു പോകുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ആരെയും ഉൾപ്പെടുത്തുമാറാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ആയത്ത്, വയൗമ തഖൂമുസ് സാഅതു യൗമഇദി യതഫറഖൂൻ.
ഈ ഒരു ദിവസം, അന്ത്യനാൾ വന്നെത്തുന്ന ദിവസം, വിശ്വാസികളും അവിശ്വാസികളും രണ്ട് വിഭാഗക്കാരായി വേർപിരിയും. അല്ല, രണ്ട് വിഭാഗം. വയൗമ തഖൂമു സ്സാ, അന്ത്യനാൾ നിലവിൽ വരുന്ന ദിവസം, യൗമഇദിൻ, അന്നേ ദിവസം, യതഫറഖൂൻ, അവർ വേർപിരിയും, അവര് രണ്ടാകും. ഇതോടുകൂടി നമ്മൾ ഈ ദുനിയാവിൽ കാണുന്ന എന്താ? ദുർജനങ്ങളും സജ്ജനങ്ങളും ഒരുമിച്ചുള്ള സഹവാസമാണ്, അല്ലെ? അതോടുകൂടി ഈ ഒരു ദിവസത്തോടുകൂടി അത് അവസാനിക്കുകയാണ്. റബ്ബിന്റെ ഏറ്റവും വലിയൊരു നീതി പുലരുന്നതിന്റെ തുടക്കമാണത്.